വെൽക്കം ബാക്ക് ടു PSC ടിപ്സ്. 2022-23 വർഷത്തെ പുരസ്കാരങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ നാട്ടു നാട്ടു എന്ന പാട്ടിൻ്റെ സംഗീതം നിർവഹിച്ചത് ആരാണ്? MM കീരവാണിയാണ്. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേരെന്താണ്? ഡോക്ടർ അലൈഡ ഗുവേര. 71ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ആരാണ്? അർബോണി ഗബ്രിയേൽ. മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ലിസ് ജെയ്മോൻ ജേക്കബ്. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി. 8ാമത് കന്നയ്യ ലാൽ സേഠിയ കവിതാ പുരസ്കാരത്തിന് അർഹനായ മലയാള കവി K. സച്ചിദാനന്ദൻ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥ എഴുതിയത് EN ഷീജ. 2023 പത്മശ്രീ ബഹുമതി ലഭിച്ച മലയാളികൾ ആരൊക്കെ? അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, SRC പ്രസാദ്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 28ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയ സിനിമ RRR. മികച്ച ഗാനത്തിനുള്ള ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയത് നാട്ടു നാട്ടു. നാഷണൽ ജിയോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ചിത്രം പരുന്തുകളുടെ നൃത്തം. ഫോട്ടോഗ്രാഫർ കാർത്തിക് സുബ്രഹ്മണ്യമാണ്. 95ാമത് ഓസ്കാർ പുരസ്കാരം മികച്ച സിനിമ എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ്. അതാണ് മികച്ച സിനിമ. മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസർ. ദ വെയിലാണ് ചിത്രം. മികച്ച നടി മിഷേൽ യോഹ്. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമാണ് നവൽനി. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം പിനോച്ചിയോ. ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം നേടിയ RRR എന്ന സിനിമയിലെ നാട്ടു നാട്ടു എന്ന പാട്ടിന് സംഗീതം നൽകിയത് ആരാണ്? MM കീരവാണി. ഗാനം രചിച്ചത് ചന്ദ്രബോസാണ്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ദ എലിഫന്റ് വിസ്പറേഴ്സ്. സംവിധാനം കാർത്തികി ഗോൺസാലസ് ആണ്. നിർമ്മാണം ഗുനീത് മോങ്ക. 95ാമത് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരകയായ ബോളിവുഡ് നടി ദീപിക പടുക്കോൺ. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2023 തിരഞ്ഞെടുക്കപ്പെട്ടത് നന്ദിനി ഗുപ്ത. 2021-22 ആർദ്ര കേരളം പുരസ്കാരം ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതിന് 1ാം സ്ഥാനം ലഭിച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പുരസ്കാരമാണ് ആർദ്ര കേരള പുരസ്കാരം. ജില്ലാ പഞ്ചായത്ത് കോഴിക്കോടാണ്. കോർപ്പറേഷൻ തിരുവനന്തപുരം, നഗരസഭ പിറവം, ബ്ലോക്ക് പഞ്ചായത്ത് മുളന്തുരുത്തി, ഗ്രാമപഞ്ചായത്ത് ചെന്നീർക്കര. 2022 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ? C. ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N. മേനോൻ, RS സിന്ധു. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 16ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയത് ബെന്യാമിൻ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ്റെ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം നേടിയത് ചെറുവയൽ രാമൻ. ഒന്നിലേറെ തവണ ഓസ്കാർ നേടുന്ന ആദ്യ കറുത്ത വർഗക്കാരിയാണ് റൂത്ത് കാർട്ടർ. 2023 യുനെസ്കോ ലോക മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം നേടിയ ഇറാനിയൻ വനിതാ മാധ്യമ പ്രവർത്തകരാണ് നിലൂഫർ ഹമീദി, ഇലാഹി മുഹമ്മദി, നർഗസ് മുഹമ്മദി. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ E. ബോർലോഗ് പുരസ്കാരം നേടിയത് ഡോക്ടർ സ്വാതി നായക്. 2023 SK പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ നേടിയവർ അഭിലാഷ് മലയിൽ, ഡോക്ടർ അശോക് A. ഡിക്രൂസ്, ഡോക്ടർ E. രതീഷ്, ആശാലത. ഹാസ്യ നോബൽ എന്നറിയപ്പെടുന്ന ഇഗ് നോബൽ പുരസ്കാരം നേടിയത് ഇന്ത്യക്കാരനായ അനൂപ് രാജപ്പൻ ഉൾപ്പെടുന്ന സംഘമാണ്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന നാലപ്പാടൻ പുരസ്കാരം നേടിയതാരാണ്? M. മുകുന്ദൻ. 14ാമത് JC ഡാനിയൽ പുരസ്കാരങ്ങളാണ്
JC ഡാനിയൽ ഫൗണ്ടേഷൻ്റെ 14 ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പറയുന്നത്. മികച്ച സിനിമ എന്നാ താൻ കേസുകൊട്, രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സംവിധായകൻ. മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, എന്നാ താൻ കേസുകൊട് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. മികച്ച നടി മഞ്ജു വാര്യർ, ആയിഷയും വെള്ളരിപ്പട്ടണവുമാണ് സിനിമ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണനാണ്, അറിയിപ്പ് എന്ന സിനിമയ്ക്ക് വേണ്ടി. സ്വഭാവ നടൻ സുധീർ കരമന, പുലിയാട്ടം. സ്വഭാവ നടി പോളി വിൽസൺ, അപ്പൻ എന്ന സിനിമ. മികച്ച ബാലനടൻ പി ആത്രേയ, മോമോ ഇൻ ദുബായ് എന്ന സിനിമയാണ്. മികച്ച ബാലനടി ദേവനന്ദ GB, മാളികപ്പുറം. ഇനി കേരള പുരസ്കാരങ്ങൾ 2023. കേരള ജ്യോതി പുരസ്കാരം സാഹിത്യമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് T. പത്മനാഭനാണ് ലഭിച്ചത്. കേരളപ്രഭ പുരസ്കാരം സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. കിട്ടിയത് ജസ്റ്റിസ് M. ഫാത്തിമ BV. കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കിട്ടിയത് സൂര്യകൃഷ്ണമൂർത്തി. കേരള സ്ത്രീ പുരസ്കാരം കിട്ടിയത് സാമൂഹ്യ സേവന മേഖലയിൽ പുനലൂർ സോമരാജൻ, ആരോഗ്യമേഖലയിൽ ഡോക്ടർ VP ഗംഗാധരൻ, വ്യവസായ വാണിജ്യ മേഖലയിൽ രവി DC, സിവിൽ സർവീസ് മേഖലയിൽ KM ചന്ദ്രശേഖർ, കലാ സംഗീത മേഖലയിൽ രമേശ് നാരായണൻ. 2023 നോബൽ സമ്മാന ജേതാക്കളാണ്. വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയത് കാറ്റലിൻ ക്യാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. ഭൗതിക ശാസ്ത്രത്തിൽ അവാർഡ് കിട്ടിയത് പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ ലൂലിയെ. രസതന്ത്രത്തിൽ ജേതാക്കളായത് ലൂയിസ് E. ബ്രൂസ്, അലക്സി I. എക്കിമോ, മോങ്കി G. ബാവൻഡി. സാഹിത്യത്തിൽ അവാർഡ് കിട്ടിയത് യോൺ ഫോസയ്ക്കാണ്. സമാധാനത്തിന് കിട്ടിയത് നർഗസ് മുഹമ്മദി. സാമ്പത്തിക ശാസ്ത്രത്തിന് അവാർഡ് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിൻ. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച സിനിമ നൻപകൽ നേരത്ത് മയക്കം. സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. മികച്ച നടൻ മമ്മൂട്ടിയാണ്. നൻപകൽ നേരത്ത് മയക്കത്തിനാണ് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത്. മികച്ച നടി വിൻസി അലോഷ്യസ്, രേഖ എന്ന ചിത്രം. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ, അറിയിപ്പ് എന്ന ചിത്രം. ജനപ്രീതിയുള്ള സിനിമ എന്നാ താൻ കേസുകൊട്, സംവിധാനം രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം റോക്കറ്റ്രി ദ നമ്പി ഇഫക്റ്റ്. മികച്ച നടൻ അല്ലു അർജുൻ, പുഷ്പ. മികച്ച നടിമാർ ആലിയ ഭട്ട്, കൃതി സനോൺ. ആലിയ ഭട്ടിന് ഗംഗുഭായ് കത്തിയവാടിക്കാണ് കിട്ടിയത്. കൃതി സനോണിന് മിമി എന്ന സിനിമയ്ക്കാണ് കിട്ടിയത്. മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ, മറാഠി ചിത്രമാണ് ഗോദാവരി. മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് വിഷ്ണു മോഹൻ, മേപ്പടിയാൻ എന്ന സിനിമയ്ക്ക്. മികച്ച ജനപ്രിയ ചിത്രം RRR. പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ മലയാള നടൻ ഇന്ദ്രൻസ് ആണ്, ഹോം എന്ന സിനിമ. മികച്ച പരിസ്ഥിതി ചിത്രം ആവാസവ്യൂഹമാണ്. മികച്ച മലയാള ചിത്രം ഹോം.